10ാം ക്ലാസ് വരെ ഉള്ളത് പൊതു ഇൻഫർമേഷൻസ്, കുറെ സാധനങ്ങൾ എന്താണ് നമ്മളെ ചുറ്റും നടക്കുന്നത് എന്നുള്ളത് കിട്ടി. പിന്നെയാണ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ്റെ ഒരു ഷിഫ്റ്റ് നടക്കുന്നതും കൂടെ സമയമായി. ഇത് സിലബസിൽ മാത്രമല്ല, ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ അല്ലേ പിടിച്ചിക്കാൻ പറ്റൂല. ഇവര് സാർ ഇതെന്താ ഇങ്ങനെയല്ലല്ലോ ChatGPT. ഞാൻ ഇന്നലെ രാത്രി ഉറക്കം മുടച്ചിരുന്ന് പഠിച്ചതാ സാർ. ഇന്നലെ രാത്രി ആ ഒരു മണ്ടമുളന്ന ഒരു കൊല്ലം ഞാൻ പഠിച്ചത്. ഒരു കൊല്ലം ഇന്നലെ രാത്രി അത്രയും സമയം എടുത്ത് പഠിച്ചിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ തന്നെ മനസ്സിലായി ഇന്നലെ രാത്രി മാത്രമേ ഇത് ബുക്ക് തുറന്നിട്ടുള്ളൂ എങ്കിൽ പിന്നെ അത് ഉറപ്പായി വരുള്ളൂ. ഞാനാണ് സെക്കൻഡ് കയറേണ്ടത് എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. ഈ ഫോട്ടോ ആണല്ലോ കിട്ടുന്നത്. അതിൽ ആ കുട്ടി ചെയ്ത് നോക്കിയതുണ്ട്, ആ കുട്ടി ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചെയ്തിട്ട് പക്ഷേ ഇതല്ലല്ലോ ആൻസർ, ഇതെന്താ ഇങ്ങനെ വരുന്നത്? പിന്നെ ആൻസർ ചെയ്യല്ലോ. ഫിസിക്സ് ഒക്കെ പരീക്ഷ എഴുതുമ്പോൾ ഫിസിക്സ് കുക്ക്ഡസ്, കെമിസ്ട്രി ഫ്രൈഡസ് എന്നൊക്കെയാണ് കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അവർക്ക് നിലവാരം ഉയർത്തുക എന്നുള്ള ഒരു ചിന്തല്ലേ അവർ പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്നത്. പരീക്ഷയുടെ തലേന്നാൾ ഒരു ജോത്സ്യന്മാരെ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈക്ക് ഇതിൽ നിന്ന് ഇത് തന്നെ വരണം. സ്കൂൾ പഠിക്കുമ്പോൾ കട്ടാക്കി സിനിമ പോകുന്ന പിന്നെ ആ പ്രോസസ്സില്ലേ, ആ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അത് അത്ര രസമായിരിക്കില്ല. പക്ഷെ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ചിരിക്കുന്നുണ്ട്. നമുക്ക് റീനീറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നടന്ന അപ്പൊ ആ എക്സാമില് ഫിസിക്സിനെ സംബന്ധിച്ച് കുറച്ച് ലെങ്തി പേപ്പർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബയോളജി കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് സാർ ഇപ്പം പേപ്പർ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്സിന്റെ പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്ക് ആ പേപ്പർ ലൈക്ക് അത്യാവശ്യം എളുപ്പം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും? പേപ്പർ ശരിക്കും നീറ്റിന്റെ ക്വസ്റ്റ്യൻസിന് പ്രത്യേകം എന്താ വെച്ചാൽ അത് ഭയങ്കര ലെങ്തി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ ഒരു ഇതുണ്ടല്ലോ. 180 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 180 ക്വസ്റ്റ്യൻ 180 മിനിറ്റ്, ഒരു ക്വസ്റ്റൻ 1 മിനിറ്റ്. പക്ഷെ ജെയ് അങ്ങനല്ല, 90 ക്വസ്റ്റൻ ആണല്ലോ, 3 മണിക്കൂർ. അപ്പൊ ജെയിൽ കണ്ടന്റ് റിച്ച് ആയിരിക്കും, കുറെ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താണ്ടാവും. നീറ്റിന് അതല്ല, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന സെന്റൻസുകൾ ഉണ്ടാവുക. മറ്റേ ഇതില്ല ഒരു ഇതില്ല, അവർക്ക് ട്രോൾ ആയിട്ട് വരല്ലേ. പിന്നെ അപ്പോട്ട് എന്നെ സ്നേഹിക്കുന്നതിന്റെ 10,000 മുതൽ ഇന്നെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെയാണ് അപ്പോട്ടിന് പോയിട്ട്. അതേപോലെ നമ്മൾ ഇത്ര സെന്റൻസുകൾ ഉണ്ടാവില്ല, ഇത്ര സ്പീഡിൽ പോകുമ്പോൾ ഇത്രയായിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനെ ആകുമ്പോൾ അതിൽ നമ്മൾ പെട്ടുപോരുത്. ആ പെടുത്താനാണ് അവർ ഫിസിക്സിൽ അതുകൊണ്ടായിരിക്കും വായിച്ചെടുക്കാനുള്ള സമയം തന്നെ നമുക്ക് കുറച്ച് ഇതായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു ഫാക്ടർ ഉണ്ട്. അത് കഴിഞ്ഞ ഡിസ്കഷന് കയറുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കി. സാധാരണ നമ്മൾ ഡിസ്കഷന് പോകുമ്പോൾ അങ്ങനെ ഒരാൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നമുക്ക് പേപ്പർ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ച് വരിക ചെയ്യാം. അത് വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ആയിട്ട് ചെയ്ത് നോക്കാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഒരാൾ, അടുത്ത 10 ക്വസ്റ്റ്യൻ ഒരാൾ, അങ്ങനെ കയറുക. ഞാൻ ലാസ്റ്റിലേക്കുള്ള എന്തോ പാർട്ട്. പക്ഷേ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് ഞാനാണ് സെക്കൻഡ് കയറേണ്ടത് എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അത് വെച്ചാല് എനിക്ക് ഫോട്ടോ ആണല്ലോ കിട്ടുന്നത്. അതിൽ ആ കുട്ടി ചെയ്ത് നോക്കിയതുണ്ട്, ആ കുട്ടി ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചെയ്തിട്ട് പക്ഷേ ഇതല്ലല്ലോ ആൻസർ, ഇതെന്താ ഇങ്ങനെ വരുന്നത്? പിന്നെ ആൻസർ കീയല്ലോ, അപ്പൊ ഇത് കിട്ടൂലല്ലോ. അതെന്താ വെച്ചാൽ നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, ഒരു കോൺഷ്യസ്നെസ്. എനിക്ക് അതിന്റെ കണ്ടന്റ് അറിയാത്തോണ്ടല്ല, ഇതിപ്പോ കേറണം, ആദ്യത്തെ ആള് കയറി കഴിയാനായി, ഇപ്പൊ കേറണം. അതേപോലെ എക്സാം ഹാളിലുള്ള ആ സമയത്തിൽ നമ്മൾക്ക് അതുപോലെ ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പക്ഷേ അതില് ഞാൻ പലപ്പോഴും കുട്ടിയോട് പറയാനുള്ള എന്താ വെച്ചാല്, ഇവർ എന്തിനാ എൻട്രൻസ് ചെയ്യുന്നത്? MBBS അല്ലെങ്കിൽ ജെയ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ. നീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് മെഡിക്കൽ പ്രൊഫഷണലിസ്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, അതിന്റെ എക്സ്ട്രീം എക്സാമ്പിൾ എടുത്താണെങ്കിൽ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ബ്ലീഡിങ് വന്നു. അപ്പൊ അയ്യോ ഇതിപ്പോ എന്താ ചെയ്യാ, എനിക്ക് ടെൻഷനായി. ഞാൻ പോയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ആണ്. ഈ ഫാമിലി മൊത്തം, ഈ ആളല്ല, ഇവരെ ഈ ആളുടെ മറ്റേ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പുറത്ത് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഇങ്ങനെ പ്രതീക്ഷയിൽ നിൽക്കുന്നുണ്ടാവും. ദൈവത്തിന് മുകളിലൊക്കെ നമ്മൾ ചില മൊമെന്റ്സിൽ ഈ ഡോക്ടേഴ്സിനെ കാണുന്ന സന്ദർഭമായിരിക്കും. ആ സമയത്ത് അയാളുടെ ഡിസിഷനാ ശരിക്കും. അയാളൊന്ന് ലാഗ് ആയാൽ കഴിഞ്ഞു. അപ്പൊ അതൊരു ഹ്യൂമൻ ബീങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കൺസെന്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. പെർഫെക്റ്റ് ആണ്. എന്നാലും നമ്മൾ അതിന്റെ ഒരു പലതരത്തിലുള്ള സ്കാമും കാര്യങ്ങളൊക്കെ ഈ മെഡിക്കൽ മറ്റേ ഹോസ്പിറ്റൽ ഫീൽഡ് നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. എന്ന് കരുതിയിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളിനെ തള്ളി പറയാൻ പറ്റൂല. കാരണം അതല്ലാതെ വേറെ മെത്തേഡ് ഇല്ല. അപ്പൊ നമുക്കൊരു ആർട്ട് പേഷ്യന്റ് വന്നാൽ സർജറി ചെയ്യണം. അതിൽ റിസ്ക് ഉണ്ട്. അത് റിസ്ക് എടുക്കണം. കാരണം ഇല്ലെങ്കിൽ എന്തായാലും അയാൾക്ക് മറ്റേ ബുദ്ധിമുട്ട് വരും. അയാൾ ചിലപ്പോൾ ഡെത്ത് വന്നേക്കാം. ഇത് ചെയ്ത ഒരു പോസിബിലിറ്റിയിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടറെ കയ്യിലാണ് ബാക്കി. എന്നാലും നമ്മൾ അതിന്റെ ഒരു സക്സസ് റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് നിലവിൽ കേരളത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും അവർ ഭയങ്കര എഫിഷ്യൻസാ.
നിപ്പ വന്ന് ഒരു 40 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ പിന്നെ ഒരു ഡോക്ടർ അത് ഐഡന്റിഫൈ ചെയ്തു, ഇത് ഇന്ന വൈറസ് ആണെന്ന്. പുള്ളി റിസർച്ച് ചെയ്തു, അതിന്റെ സിംറ്റംസ് കമ്പയർ ചെയ്തു, പുള്ളി അത് ഐഡന്റിഫൈ ചെയ്തു, പുള്ളിയാണ് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ അറിയിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ആ പ്രോട്ടോകോൾ കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റി. ഇല്ലെങ്കിൽ ചിലപ്പം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു മൊത്തത്തിൽ. അപ്പൊ അത്രയും ഷാർപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രൊഫഷനിലേക്ക് എത്തേണ്ട ആള് കോവിഡ് വന്ന സമയത്ത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിക്കൽ ഫീൽഡ് അപ്പൊ അത്രയും ഷാർപ്പായിട്ട് എത്തേണ്ട ഒരു പ്രൊഫഷനിലേക്ക് ഇങ്ങനെങ്കിലും ഇത്രയെങ്കിലും എക്സാമിന് ടൈറ്റ് ആക്കണ്ടേ? ഇത്ര ക്വാളിഫൈഡ് ആയ കുട്ടി എല്ലാവരും ആ എക്സാം ക്വാളിഫൈ ചെയ്ത് പോയി കഴിഞ്ഞു വെച്ചാൽ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഇത് നഷ്ടപ്പെടും. ഇനി ആ എക്സാം ക്രാക്ക് ചെയ്യാൻ കുട്ടിക്ക് പറ്റുന്നില്ല, ഈ സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പ്രൊഫഷന് ഫിറ്റ് അല്ലെന്ന് അർത്ഥം. പിന്നെ അവിടെ പോയി ബാക്ക് ഡോർ കൂടെ അവിടെ പോയി കയറിയിട്ട് ഒരു മോശം ഡോക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സൊസൈറ്റിക്കാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇതേപോലെയാണ് എഞ്ചിനീയേഴ്സ് കിട്ടും. നമ്മൾ ഒരു കാറ്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാർ, അല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന ബ്രിഡ്ജ്, നമ്മൾ നിൽക്കുന്ന ബിൽഡിംഗ്, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഗാഡ്ജറ്റുകളും നമ്മളൊരു എഞ്ചിനീയറെ വിശ്വസിച്ചിട്ടാണ് അത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന ഒരു എഞ്ചിനീയറെ വിശ്വസിച്ചിട്ടാണ്. കാരണം അതിൽ അയാൾക്ക് എന്തെങ്കിലും അയ്യോ ഇതിപ്പോ ഞാനിപ്പോ എന്താ ആലോചിക്കാനുള്ള സമയം അവിടെ ഇല്ല. അപ്പൊ അത് അത്രയും പെർഫെക്ഷൻ വേണം. അങ്ങനെയുള്ളവരാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റിൽ ഇത് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രെസ് ഫ്രീ ഇൻ ദ സെൻസ് ഒരു ഓവർ പ്രഷർ ഉണ്ടാവരുത്. അതായത് മാർക്ക് പറയുമ്പോൾ അങ്ങനെ ഹരാസ് അങ്ങനത്തെ ഒരു ആംബിയൻസ് ഉണ്ടാവരുത്. പക്ഷേ ഒരു പ്രഷർ വേണം. നാളെ ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞാൽ മാത്രമേ ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കില്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇന്ന എക്സാം ഇട്ട് മാറ്റി ചോദിക്കൂ, നാളെ എനിക്ക് എഴുതാൻ പറ്റില്ല. അത് ഭയങ്കര എളുപ്പമുള്ള ഒരു പരിപാടിയല്ലല്ലോ ഇതിൽ വേണ്ടത്. നമ്മളൊരു കൺസിസ്റ്റന്റ്, അതായത് ഏത് ടോപ്പിക് എപ്പോ ചോദിച്ചാലും നമുക്ക് അറിയണം അല്ലേ. ഏത് സമയത്ത് കിടന്നുറങ്ങുമ്പോഴും ഇതെന്റെ വർക്കിംഗ് ടൈം അല്ല, എനിക്കത് പറ്റില്ല, അങ്ങനെ പറയാനുള്ള ഓപ്ഷൻ ഇല്ല. അതാണ് അതിന്റെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയല്ല ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷ. അതായത് ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ കിട്ടുന്ന പ്രിവിലേജുകൾ ഉണ്ടല്ലോ, ഡോക്ടർ അത് ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രൊഫഷനിലേക്ക് പല കുട്ടികളും വരുന്നത്. പക്ഷെ ആ പ്രിവിലേജ് അവര് ഡിസേർവിംഗ് ആണ്, അവർ അർഹരാണ്. ഒരു ഡോക്ടർക്ക് ഏത് സമയത്തും കാർ എടുത്ത് പോകുമ്പോൾ പോലീസ് ചെക്ക് ചെയ്യാൻ, പോലീസിന്റെ ചെക്കിങ് കൂടാതെ അയാൾക്ക് കടന്നു പോവാം. അതെന്താണ് ആ പ്രിവിലേജ് കൊടുക്കുന്നത് വെച്ചാൽ അത്രയും റിസ്ക് അവരെടുക്കുന്നില്ല. അവരുടെ ഫാമിലി ലൈഫ്, അവരുടെ മൊത്തം ലൈഫ് തന്നെ ഇതാണ്. രാത്രി വന്നാൽ രാത്രി പോകണം. ഒരു കുട്ടിയുടെ ഇല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു ചെറിയ മോളെയും കൊണ്ട് വന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്കിത് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അവരെ എന്താ പറയാ ചീത്ത പറയുവരെ ചെയ്യും. ഞാനൊരു ഡോക്ടറല്ലേ അങ്ങനെ പറയും. അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും കമ്മിറ്റഡ് ആണ്. അതിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് എക്സാം ആകുമ്പോൾ അതിന് ആ ഒരു സീരിയസ്നെസ് ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് കുട്ടിക്ക് ആ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാവുക. ആ ഫയർ ഉള്ള ആളുകളാണ് ഈ പറയുന്ന റാങ്ക് ഒക്കെ നേടിയിട്ട് ഇത്രയും വലിയ മികച്ച റാങ്കിലോട്ടൊക്കെ മാറുന്നത്. പറഞ്ഞു വന്നത് പ്ലസ് ടുവിന്റെ കൂടെയുള്ള പ്രിപ്പറേഷനെ കുറിച്ച്. അതിൽ ഏറ്റവും സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ രണ്ടിന്റെ ടെക്സ്റ്റ് ബുക്ക് സെയിം ആണ്, സിലബസ് സെയിം ആണ് എല്ലാം. ആകെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ, എക്സ്ട്രാ രീതി വ്യത്യാസം. അതുപോലെ ചില ടോപ്പിക്സ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കേണ്ടാത്ത പോയിന്റ്സ് ഉണ്ടാവും. അതായത് പക്ഷെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കുന്ന ചില ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നമ്മളിപ്പോ എർത്തിന്റെ ഗ്രാവിറ്റി, നമ്മള് ബോർഡ് എക്സാം ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ത് അതുമായി ബന്ധപ്പെട്ട ഇപ്പൊ എൻട്രൻസ് എർത്തിനെ പോലത്തെ ഒരു പ്ലാനറ്റ് ഇമാജിൻ ചെയ്യാം, ഡബിൾ മാസ് അല്ലെങ്കിൽ ഡബിൾ ഡെൻസിറ്റി. അപ്പൊ അവിടെ ഒരു ആള് നിന്ന് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, അപ്പൊ ഇതിനെ എങ്ങനെ എഫക്ട് ചെയ്യാന്നൊക്കെ കണക്ട് ചെയ്യാനുള്ള ചിന്തിക്കുന്ന രീതി. ഇപ്പൊ ബോർഡ് എക്സാം ആണെങ്കിൽ അവസാനത്തെ ഒരു 7-8 വർഷത്തെ ക്വസ്റ്റ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് കുട്ടി സോൾവ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് നല്ല മാർക്ക് എന്തായാലും നേടാൻ പറ്റും. കാരണം അത് തന്നെയാണ് പൊതുവെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ ചോദ്യങ്ങളും വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ഇമാജിനേഷൻ വേണം, ടൈം മാനേജ്മെന്റ് വേണം, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസിലെ കോൺസെപ്റ്റ്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് എല്ലാ ചോദ്യങ്ങളും അറിയാം. ടീച്ചറെ ഒരു അരമണിക്കൂർ കൂടി പേപ്പർ വാങ്ങല്ലേ, 5 മിനിറ്റ് കാത്തുക്കോ. കേറാൻ തന്നെ ഞാനിപ്പോ റീസെന്റ് റീനീറ്റ് കഴിഞ്ഞപ്പോ കുറെ വീഡിയോസ് 1 മിനിറ്റ് വിഷമിച്ച് അങ്ങനെ ഭയങ്കര റിയാക്ഷൻസ് ഒക്കെ എനിക്കത് അങ്ങനെ സംഭവിക്കലുണ്ട്. നമ്മളൊരു കുറേ സമയം എടുത്ത് പഠിച്ച നമ്മുടെ സ്ട്രോങ് ടോപ്പിക് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ സ്ട്രോങ് ടോപ്പിക് തന്നെയാണ്, പക്ഷെ നമ്മളെ ലെവലിനേക്കാൾ ടഫ് ആയിരിക്കും ഒരു പക്ഷേ ആ ക്വസ്റ്റ്യൻ. നമ്മളത് കിട്ടാതെ അതിന്റെ മുകളിൽ തന്നെ ഇരിക്കും, ഇത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാണ്, അത് നമുക്ക് ഇമോഷണലി അത് വിട്ടളയാൻ തോന്നില്ല. ശരിക്കും അവിടെ ഒരു ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ഒരു കുട്ടി ചെയ്യാൻ വെച്ചാൽ ഓക്കെ ഇത് കിട്ടുന്നില്ല വിട്ടളെ അടുത്ത ക്വസ്റ്റ്യൻ. അത് സ്ട്രോങ് ഏരിയ അല്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആ കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ എക്സാം എഴുതുമ്പോൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. പാനിക് ആയ പ്രശ്നം വെച്ചാൽ ബാക്കി ചെയ്താലുള്ള സമയം പോകുന്നത്. ഇപ്പൊ സാർ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കയറിയ സമയത്ത് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇതിനകത്ത് നോക്കുന്നത് അണ്ടല്ലോ അങ്ങനെ സാധനം. ആ ഡിസിഷൻ ആ സമയത്ത് നമ്മൾ എന്തെടുക്കുന്നു എന്നതിലിരിക്കുന്ന കുട്ടിക്ക് അതൊരു മിനി ഫോം ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ഇങ്ങനെ സിംറ്റംസ് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അതിനിപ്പോഴേ ട്രെയിൻഡ് ആവാന്നുള്ള. പിന്നെ നേരത്തെ സാർ പറഞ്ഞ പോലെ ഈ
റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് +2 മൊത്തം പഠിച്ചു, പിന്നെ അത് വീണ്ടും അവിടെ മുതൽ തന്നെ പഠിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ വരുന്നത്. നേരെ മറിച്ച് +1 +2 ഒപ്പം എൻട്രൻസിൽ പഠിക്കാന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്തിന് ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചു. അതിൽ കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് ഇട്ടാൽ കുറച്ചും കൂടെ ഒന്ന് പിന്നെ നമ്മൾ എങ്ങനെയാ ചിന്തിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വന്നാൽ ആ ഒരൊറ്റ എഫേർട്ടിൽ ഇത് രണ്ടും സെറ്റ് ആവും. ഇല്ലേ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം +2 പഠിച്ച ഒന്ന് എന്താ പറയുക റീകോൾ ചെയ്തെടുക്കണം, എന്നിട്ട് അതിന്റെ അഡീഷണൽ വർക്ക് ചെയ്യണം. ഈ റീകോളിംഗ് വേണ്ട +1 ടൈം നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് കിട്ടും, സമയം നമുക്ക് കിട്ടില്ല. ഒരു വർഷം പോയാൽ അത് ഒരു വർഷമാണ് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത്. സോ അതില്ലാതെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുമ്പോൾ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയ പോലെ തന്നെ ഇതിന് കയറുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന മെജോറിറ്റി മക്കളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയ മക്കളാണ്. ഇന്ത്യയിലെ ജയിൽ അഡ്വാൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ എല്ലാ കുട്ടികളും പിന്നെ ഫസ്റ്റ് ചാൻസ് സ്കൂളിങ്ങിനൊപ്പം കയറിയവരാണ്. പക്ഷേ അതിന്റെ താഴോട്ടേക്കുള്ള റാങ്കിൽ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ വെച്ചാൽ മറ്റേ ഗ്ലാമർ റിസൾട്ട് ഇല്ലേ, അത് അവര് 7ാം ക്ലാസ് മുതൽ ഇതിന്റെ ഒരു പണി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ കിങ്സ് 11 സൂപ്പർ കിങ്സ് ഇവിടുത്തെ ബാച്ചസ് അതിൽ തന്നെ ബാച്ചസ്. അപ്പൊ അതിലിപ്പം നമ്മൾ 12th പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 12th പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു, എഗെയിൻ നമ്മൾ 11th റിവിഷൻ അവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, കാര്യം 11th 12th ഒരുമിച്ചാണല്ലോ അവിടെ. ശരിക്കും നമ്മൾ +1 ആ കുട്ടികളോട് പറയും ഇതിങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം. നമുക്കറിയാം അത് എങ്ങനെയാണെങ്കിൽ കുട്ടികൾ അത്ര അതവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ്. കാരണം ഇപ്പൊ ഇംപ്രൂവ്മെന്റ് എക്സാം കൂടി അവർക്കുണ്ട്, അത് നടക്കാൻ പോകുന്ന ഒക്ടോബറിലൊക്കെയാണ്. സോ അവർക്ക് ഏതെങ്കിലും ഒക്കെ സബ്ജക്റ്റുകൾ അവർക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കുറവാണെങ്കിൽ ഈ റിവിഷൻ അവർക്ക് ഭയങ്കര അധികം എഫക്റ്റീവ് ആയിരിക്കും. കാരണം അത് നല്ലൊരു പരിപാടിയാണ്. ശരിക്കും 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 11th കൂടി റിവൈസ് ചെയ്ത് കിട്ടും. അതിനൊരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ വെക്കുക, ടൈം ടേബിൾ +2 ബോർഡ് എക്സാമിന് അത് ഹെൽപ്പ് ചെയ്യും. പല ബേസുകളും നമ്മളിപ്പോ 1200 മാർക്ക് വാങ്ങിച്ച സൈലത്തിൽ തന്നെ 3 മക്കളുണ്ട്. അതിനകത്തുള്ള 2 പേരോ മറ്റോ നമ്മുടെ ഈ പറയുന്ന പാരലലി നീറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ തന്നെയാണ്. ഞാൻ സൂപ്പർ കിങ്സിൽ എടുക്കുന്ന സമയത്ത് +1 ആ കുട്ടി ഇതിന് ജോയിൻ ചെയ്തില്ല, അഗ്നി ബാച്ചിലായിരുന്നു. അപ്പോൾ ഫിസിക്സിൽ തന്നെ കുട്ടി ടീച്ചറെ പേര് പറഞ്ഞില്ല, ആരെനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ യെസ്, ഇത് ഞങ്ങൾക്ക് ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഈ സാറ് പറഞ്ഞിരുന്നു ഇതിൽ ഇങ്ങനെയും അപ്ലിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ പഠിക്കുന്ന സാധനമാണ്, അത് ഇതായിരുന്നു ലേ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആ കുട്ടി ഇത് കണക്ട് ചെയ്തല്ലോ, കുട്ടിക്ക് ഓൾറെഡി നേരത്തെ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. അതെ, പക്ഷെ നമുക്ക് അവിടെ ഇത്രയും ഡെപ്ത് ആയിട്ട് ചിലപ്പോൾ പോകേണ്ട വരില്ല. പക്ഷേ ഇല്ലെങ്കിലും ചില നമ്മുടെ അഗ്നി ബാച്ചിൽ തന്നെ ടീച്ചേഴ്സ് എന്ത് പറയുന്നുണ്ട് വെച്ചാൽ ഇതിന്റെ അപ്പുറത്തേക്കും ഇങ്ങനെ ഉണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കും. അതേ സാധനം തന്നെ പിന്നെ നമ്മൾ ഒന്നുകൂടി പഠിക്കുമ്പോൾ അത്ര ടൈം വേണ്ടി വരില്ല. സെയിം സാധനം തന്നെ എക്സാമിന് നല്ല ദിവസം റിവൈസ് ചെയ്യുമ്പോൾ അത്രയും പോലും ടൈം വേണ്ടി വരില്ല. അതേ സാധനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിസ്റ്റം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഓരോ മന്തിലും പാരന്റ്സ് മീറ്റിംഗിൽ പാരന്റ്സിനോട് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് എനിക്ക് പറ്റിയ അബദ്ധതാണ്, ഞാൻ +1 പഠിക്കുമ്പോൾ നോക്കിയിട്ടില്ല, ഇത് നിങ്ങളെ മക്കൾക്ക് ഒന്ന് ശരിയാക്കും. നമ്മൾ എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് കേട്ടോ കുറെ കുട്ടികൾ കയറി പോകുന്നത്. ആർക്കും ഇത് പഠിച്ച് ക്രാക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ പുഷ് കിട്ടാത്തതിന്റെ പേരിൽ ഒരു കുട്ടി പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യാണ്, അതായത് ഈ മിസ്റ്റേക്സ് വരുത്തരുത് എന്നുള്ളത്. അപ്പൊ അത് അവരെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്നത്. ഓരോ വർഷവും നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കാണ്ടാവും. കാരണം നമ്മൾ ഈ ചില കുട്ടികളെ കാണുമ്പോൾ ഈ കുട്ടിയൊക്കെ കഷ്ടപ്പെടുക, കുട്ടി പാവ് കിട്ടുമോ ഇല്ലയോ, ആ കുട്ടി ക്രാക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അത് അത്ഭുതവും. അപ്പൊ ശരിയാ ക്രാക്ക് ചെയ്ത് പോകും. കുട്ടികൾക്ക് പറ്റും. അപ്പൊ ഞാൻ ചില കുട്ടികൾ സാറേ ഇത് ഇങ്ങനെ പറ്റുമോ, അവളെന്നെ പോലെ തന്നെ പറഞ്ഞ ഇങ്ങനെ പറ്റുവയ്ക്കുമ്പോ അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അത് പറ്റുന്ന പ്രൂവ് ചെയ്യും, എന്നിട്ട് ബി ആൻ എക്സാമ്പിൾ ഫോർ അതേഴ്സ്. അപ്പൊ എനിക്ക് തന്നെ എക്സാമ്പിൾ അവിടെ ഇട്ടാൽ ഇത് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഉറപ്പാണ്. ഞാനിത് പഠിപ്പിക്കുന്നില്ല, അതെല്ലാ കേസും അങ്ങനെ ആയിരിക്കും. നമ്മൾ ഇത്ര ഇതായിട്ട് പറയുമ്പോൾ +1 നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ ക്ലാസ്സും പൊതുവെ അങ്ങനെയാണോ? നമ്മൾ പഴയ ക്ലാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇപ്പൊ ഞാൻ 10ാം ക്ലാസ് നമുക്കൊരു സ്റ്റഡി പ്ലാൻ എല്ലാം ഉണ്ടെങ്കിൽ എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും എക്സാക്ട്ലി നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ട് അതിന്റെ ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കിങ്സ് 11 സൂപ്പർ കിങ്സിന്റെയും അതിന്റെ എല്ലാ ആക്ടിവിറ്റിയും കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ആ പിള്ളേരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അങ്ങനെ ഒറ്റയടിക്ക് പറയാതെ പയ്യെ അങ്ങനെ റെഡി ആക്കി കൊണ്ടുവരുന്നത്. അപ്പൊ അതാണ് ഈ +1 +2 കാലഘട്ടം. പക്ഷെ എന്നാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയട്ടെ. +1 +2 ഇങ്ങനെ ഒക്കെ ആണെങ്കിലും എനിക്ക് എൻ്റെ ലൈഫിൽ കോളേജ് ലൈഫ് ഉണ്ട്, അത് ഭയങ്കര അടിപൊളി കളർ ലൈഫ്. എന്നാലും പേഴ്സണലി എൻജോയ് ചെയ്ത പീരീഡ് ഓഫ് ടൈം എഡ്യൂക്കേഷൻ കരിയറിൽ ഏതാണെന്ന് വെച്ചാൽ +1 +2 അത് ഈ റെസ്ട്രിക്ഷൻസിന്റെ ഇടയിൽ കൂടെ നമ്മൾ ചെറിയ ടൈം കിട്ടുമ്പോൾ കണ്ടെത്തുന്ന ഒരു എൻജോയ്മെന്റ്, അത് അതിന് ഭയങ്കര വാല്യൂ ഉണ്ടാവും. കോളേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോവാം, അതുകൊണ്ട് നമുക്ക് അതിനൊരു രസമില്ല. സിനിമക്ക് മറ്റ് സ്കൂൾ പഠിക്കുമ്പോൾ കട്ടാക്കിയിട്ട് സിനിമക്ക് പോകുന്ന പിന്നെ ആ പ്രോസസ്സില്ലേ, ആ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അത് അത്ര രസമായിരിക്കില്ല. പക്ഷെ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ
+1 ചിരിക്കുന്നുണ്ട്. +1 കഴിഞ്ഞ് ആ സാധനം അച്ചീവ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മളൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്യാമ്പസിലേക്കാണ് പഠിക്കുന്നതെങ്കിൽ ഇത് തിരിച്ചു ഓർക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അല്ലെങ്കിൽ ശരിക്കും ഇതുപോലെ IIT ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ കുട്ടിക്ക് തന്നെ അത് കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലേ? ഇപ്പം ഇക്ബാൽ സാർ ഒക്കെ ആണെങ്കിൽ തന്നെ എപ്പോഴും ഭയങ്കര എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. സാർ പഠിപ്പിച്ച കുട്ടികൾ ഫസ്റ്റ് ഡേ അവിടെ പോയിട്ട് അവിടെ നിന്ന് എടുത്ത പിക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ പിക്ചറാണ്. മാത്രമല്ല ഭയങ്കര ലൈഫുള്ള +2 പഠിച്ച കുട്ടികള് പിന്നെ സാറ് IIT ആ കുട്ടി വേറെ ഏതോ ഒരു ബാങ്കിലേക്ക് പോയി. പിന്നീട് ഈ സാർ IIT പഠിച്ച് ഭയങ്കര ഫേമസ് ആകുമ്പോൾ ഇതേ കുട്ടികൾ ആളുകൾ വന്നിട്ട് എന്റെ കൂടെ പഠിച്ച ആളാ നമ്മുടെ സിഒ അനന്തുവിന്റെ കൂടെ 10ലോ അല്ലെങ്കിൽ +1 +2 ഒക്കെ പഠിച്ച ആൾക്കാര് അവര് അഭിമാനത്തോടെ പറയുന്നുണ്ടാവും എന്റെ കൂടെ പഠിച്ചാണ് ഇപ്പൊ സൈലത്തിന്റെ സിഇഒ ആണ് അങ്ങനെ പറയുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട് എന്റെ കൂടെ +2 പഠിച്ച എങ്ങായി പണ്ട് എന്തേലും അവസ്ഥ. അപ്പൊ അത് നമ്മുടെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഭിമാനം പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ വന്നോളും. നമ്മൾ അഡ്രസ് ചെയ്യാത്ത ആളുകൾ വരെ നമ്മളൊരു ചുറ്റുമുള്ള ആളുകളുടെ എക്സ്പോഷർ വളരെ വലുതാണ്. നമ്മുടെ പ്ലേസ്മെന്റും ജോബ് അങ്ങനെ നമ്മളിപ്പോ റീസെന്റ് കേട്ട ഈ 3.5 കോടി രൂപയ്ക്കൊക്കെ ഫ്രഷറിനെ പ്ലേസ് ചെയ്തു. IIT പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ IITയുടെ അലൂമിനി ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്കിപ്പോ ഒരു മനസ്സിലൊരു ബിസിനസിന്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ ജസ്റ്റ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. IITians എന്നൊരു വികാരം ഓൾറെഡി ഒരു ബ്രാൻഡിങ് അവിടെ മീൻസ് ആ ഒരു അതെ. ഇത് നമ്മൾ സാധാരണ ഒരു പാരലൽ കോളേജിൽ പഠിച്ചാൽ നമ്മളെ കോട്ടിങ് മടിയന്മാരായ ആൾക്കാർ ചുറ്റിയിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാവും സ്ഥലം നമ്മളെ ഭയങ്കര ഇത് ഇൻഫ്ലുവൻസ് തിരിച്ചു വരും കേട്ടോ. നന്നായിട്ട് മാർക്കൊക്കെ +1 ഫുൾ A+ ഒക്കെ കിട്ടിയ കുട്ടി പിന്നീട് അങ്ങനെ ഒരു വലിയൊരു കരിയർ ബിൽഡ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയും എന്റെ കൂടെ പഠിച്ച പണ്ടോ നല്ല പഠിക്കാൻ ഇപ്പൊ അപ്പൊ നമ്മൾ കരിയർ എപ്പോഴും സേഫ് ആക്കി വെക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് പോയിരുന്നു പഠിക്കുന്നു എല്ലാരും ഇരിക്കുന്നത് അതെന്തുകൊണ്ടാ അവര് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടി തോന്നുമല്ലോ ഒരു ആ ഒരു എൻവയോൺമെന്റ് വളരെ എല്ലാരും പഠിക്കാൻ തുടങ്ങും. നമുക്ക് ചുറ്റുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാ എല്ലാരും അത് മനുഷ്യന്റെ ഒരു അല്ലാതെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടികൾ പരിപാടിയല്ല. വർക്ക് ചെയ്യുന്ന കുട്ടികൾ എനിക്കും തോന്നും ഞാൻ മാത്രം എന്താ ഇവര് മാരത്തോൺ ലൈവ് നടക്കുമ്പോ എനിക്ക് പ്രിപ്പയർ ചെയ്ത് ഇവന് അപ്പൊ മറ്റേ ഞാൻ ചെയ്യും. അതേപോലെ കോമ്പറ്റീഷൻ ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും അത് നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ ആ കുട്ടി നമ്മൾ ഈ മീറ്റിംഗിൽ മാർക്ക് പറയുന്നത് എന്തിനാ വെച്ചാൽ ഫസ്റ്റ് റാങ്കിനെ അപ്രിഷിയേറ്റ് ചെയ്യാന്നതിന്റെ അപ്പുറത്ത് താഴെയുള്ള ആളുകൾക്ക് കയറി വരാനുള്ള ഇൻഫർമേഷൻ ഇത് കൊടുക്കാനാണ്. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ബാച്ചിന്റെ പരിപാടികളൊക്കെ പോലും. യെസ്. അപ്പൊ JB ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അഡ്വൈസ് ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും കൂടെ പോയി പഠിക്കാൻ സെറ്റ് ആക്കി ഞാൻ തോന്നുന്നു ഒന്നും കൂടെ പഠിക്കാൻ പറ്റിയ സീരിയസ്ലി ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ട്. പഠിച്ചാൽ കൊള്ളായിരുന്നു അന്നേ പഠിക്കണമായിരുന്നു. ഇനിയിപ്പോ കല്യാണമൊക്കെ അപ്പൊ പറയാൻ അങ്ങനെയല്ല. അതായത് ഇത് ഈസിയാണ്, അതുകൊണ്ട് ഈസി ആയതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈസി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾ കാണരുത്. ഈസി ആയതുകൊണ്ടല്ല നിങ്ങൾ അത് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ അതിന് ആപ്റ്റ് ആവണം. ഇത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മളിൽ സൈലത്തിലേക്ക് വരൂ, നമ്മളെ കോഴ്സിലേക്ക് വരൂ, നമ്മൾ പഠിപ്പിക്കാം, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ 5 കൊല്ലം കഴിഞ്ഞാൽ എവിടെ നിൽക്കണമെന്ന് ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക. 5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കണം. അത് നിങ്ങൾ സ്വപ്നം കാണുന്നത് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല കോട്ടക്കെട്ട് പാരന്റ്സിന് പ്രൗഡ് ആവുന്ന, നിങ്ങളെ നാട്ടുകാർക്ക് പ്രൗഡ് ആവുന്ന ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചതെന്ന് എവിടെയും തുറന്നു പറയാൻ പറ്റുന്ന ആ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതിന് റിയലി നിങ്ങൾക്ക് ഒരു ഫയർ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശം നടന്നു. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിങ്സ് 11 സൂപ്പർ കിങ്സ് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഫയർ ഉള്ള കുട്ടികളാണ് സൈലത്തിൽ വരുന്നത് അല്ലെങ്കിൽ വരേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ എല്ലാ അക്കാഡമിക് ബ്രില്യൻസും നമ്മൾ കേരളത്തിന് നമ്മൾ തുറന്നു വെച്ചത്, നമ്മളെല്ലാവരുടെ ക്ലാസ്സും നമ്മൾ എന്താ കൊടുക്കുന്നതെന്ന് യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ വിത്ത് അസ്. നമ്മുടെ കൂടെ കൂടിയാൽ പിന്നെ നമ്മളത് അങ്ങേയറ്റം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങളെ റിസൾട്ട് ആണ് ശരിക്കും അങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൗഡ് എന്ന് പറയുന്നത്. ഓരോരുത്തരുമാണ് നമ്മുടെ അടുത്ത വർഷങ്ങളിലെ നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. നിങ്ങളെ റിസൾട്ട് നിങ്ങളെക്കാൾ അല്ലെങ്കിൽ നിങ്ങളോളം ഞങ്ങൾക്കും ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ നിങ്ങളെക്കാളും ഞങ്ങളായിരിക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്റെ ഗ്രോത്ത് അല്ലേ. നിങ്ങളുടെ പാരന്റ്സ് എത്രത്തോളം നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും അതിനേക്കാളും ഞങ്ങൾ സന്തോഷിക്കും. കാരണം ഞങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ വെൽത്ത്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ആ ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്
പ്ലാറ്റ്ഫോം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, നമ്മളെ സൈലത്തിലേക്ക് കിങ്സ് 11 സൂപ്പർ കിങ്സ് ജോയിൻ ചെയ്യാന്ന് പറയുന്നില്ല, നമ്മോടൊപ്പം കൂടുക, ഞങ്ങൾ റെഡിയാണ്. വായോ, നമുക്ക് പൊളിക്കാം. അടിപൊളിയാക്കാം. അപ്പം ഇത്രയും നേരം നമ്മുടെ സഹിച്ചതോ? ഇത്രയും നേരം ജെബി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ വാല്യബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കെന്നെ പൊക്കി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആയതുകൊണ്ടാണ് പിന്നെ എനിക്കതിനെ പറ്റി കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്. എനിക്ക് നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയാണ്, മണിയാണ്. അപ്പോ എന്താണ് ജെബി സാർ ഒരുപക്ഷെ നിങ്ങൾക്ക് ന്യൂ ആയിരിക്കും, പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്താണ് നുള്ളിപ്പറക്കി നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവാം, എഴുതിയിട്ടുണ്ടാവാം. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക്, നിങ്ങളുടെ ഭാവിയിലേക്ക് എന്താണ് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇതുപോലെ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂടാം. കുറെ സംശയങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവില്ല, അവരുടെ ഡൗട്ട് ഒക്കെ വേണമെന്ന് കമന്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ സാറിനെ വിളിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലുമൊക്കെ ഒരു ഒപ്പീനിയനോ അങ്ങനെ എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷകളെ കുറിച്ച് ഡൗട്ടുകളൊക്കെ കിട്ടാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആളെ വിളിച്ചുകൊണ്ട് വരാം. എന്താണ് നമുക്ക് നിർത്തിയാലോ? അപ്പം നിർത്താം. കഴിഞ്ഞില്ലേ? പോലെ ഇറങ്ങിപ്പോ കൂടെ ഞാൻ വിചാരിച്ച അഷ്ടമി ഇനിയിപ്പോ സാധാരണ വ്ലോഗ് ചെയ്യുന്ന മാതിരി ലാസ്റ്റ് വൈകിട്ട്